ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ഏലിയാവ് വളരെ നിരാശയോടെ പറഞ്ഞപ്പോൾ യഹോവയാം ദൈവം അവനോട് അരുളി ചെയ്തതത്രേ. രാജാക്കന്മാരുടെ 1 പുസ്തകം 19 അധ്യായം 18 വാക്യം. ബാലിന് മുട്ടുമടങ്ങാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ഒറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഉണ്ടായി എന്ന് വന്നാലും നാം ആരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകരുത്. ഒരു കാരണവശാലും ദൈവം നമ്മെ ഒറ്റപ്പെടുത്തി കളയുകയുമില്ല. ഞാൻ എന്ന ഒരാൾ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന തോന്നൽ നമുക്കുണ്ടായി എന്ന് വരാം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എല്ലാ കാലത്തും എല്ലായിടത്തും ചില ശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട്. ഏലിയാവിനോടൊപ്പം നിൽക്കുവാൻ ഇസ്രായേൽ ദേശത്ത് 1-2 പേരെയല്ലായിരുന്നു ദൈവം നിർത്തിയത്. പകരം വിശ്വസ്തരായ 7000 പേരെ ദൈവം ശേഷിപ്പിച്ചിരുന്നു. 7000 എന്ന സംഖ്യയുടെ പ്രയോഗം പ്രതീകാത്മകമാണ്. ഇത് ബൈബിളിലെ പൂർണ്ണതയെ കാണിക്കുന്നു. അന്യദൈവമായ ബാലിന് മുട്ടുമടക്കാത്തവരായ 7000 പേർ, യഥാർത്ഥ ദൈവത്തിനു വേണ്ടി ഭയമന്യേ നിവരനിന്ന വിശ്വാസത്തിൽ ദൃഢതയുണ്ടായിരുന്ന 7000 പേർ. ഒരു സമൂഹത്തെ മൊത്തമായി അധിക്ഷേപിക്കുവാൻ വരട്ടെ, ദൈവം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. 7000 പേരുടെ ശേഷിപ്പിനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായം 4 വാക്യം. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ അത്യല്പമായൊരു ശേഷിപ്പ് വയ്ക്കുന്നവനാണെന്ന് യെശയ്യാപ്രവചനം 1 അധ്യായം 9 വാക്യത്തിലും, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലും നിനക്കുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം 3 അധ്യായം 4 വാക്യത്തിലും നാം വായിക്കുന്നു. ഭൂമി എത്ര തന്നെ അന്ധകാരമയമാണെങ്കിലും God is always at work, preserving his people, even when we cannot see it. ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു, നമുക്ക് കാണാൻ കഴിയാത്തപ്പോൾ പോലും. ഇന്നാരെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരായിട്ടുണ്ടെങ്കിൽ, ഭവനത്തിൽ നിന്നും ഏകരായി വിശ്വാസ ജീവിതത്തിൽ തുടരുന്നവരായിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, സാഹചര്യം എത്ര ഇരുണ്ടതായി തോന്നിയെന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്ത ശേഷിപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ പോലെ ദൈവം ചിലരെ ശേഷിപ്പിച്ചു വെച്ചിട്ടുണ്ട്. Have a